ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാട്ടുവിശേഷങ്ങൾ, മ്യൂസിക് തെറാപ്പിയുടെ ഭാഗങ്ങളാണ്. അപ്പൊ ഇന്ന് മ്യൂസിക് തെറാപ്പിയിലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വിഷയവും അതിനോടൊപ്പം സംബോധനകളോടുകൂടി ആരംഭിക്കുന്ന പാട്ടുകളുമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാം പേരിൽ ജോസഫ് ജോൺ സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ജോസഫ് സാർ, യു ആർ വെൽക്കം. സർവേശ്വരന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സർവസ് കേരളം സാറിനും സന്നിഹിതരായിട്ടുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും പാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ സ്വാഗതം, നമസ്കാരം. നമ്മളിന്ന് അല്പം വൈകിയാണ് തുടങ്ങുന്നത്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഏതായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. സംഗീതം ഒരു മനുഷ്യ ശിശു ഉദരത്തിൽ രൂപം കൊണ്ട് അതിന് ശ്രവണസാധ്യമായ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ സംഗീതം സ്വാധീനിക്കാൻ തുടങ്ങും അല്ലേ? ഒരു 6 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ അന്നു മുതൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യ കുഞ്ഞിനോടൊപ്പം സഞ്ചരിക്കുന്ന സംഗീതം അവൻ്റെ ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ട്. ഓരോ ഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഓരോ ഘട്ടത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു ശിശു ആദ്യം സ്വാംശീകരിക്കുന്ന ടാലൻറ്റ് പാട്ടുപാടാൻ, അല്ലെ സംഗീതം പ്രൊഡ്യൂസ് ചെയ്യാൻ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അമ്മയുടെ താരാട്ടുപാട്ടിൻ്റെ ശീലൊപ്പിച്ചായിരിക്കാം, അല്ലെങ്കിൽ കിളികൾ കുയിലിൻ്റെ പാട്ട് കേട്ടിട്ടായിരിക്കാം, അതിനെ അനുകരിച്ചായിരിക്കാം. അപ്പോൾ ആദ്യം കുട്ടി പോലും സ്വാംശീകരിക്കുന്ന ആ ടാലൻറ്റ്, അവിടെ തന്നെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുകയാണ്. നമുക്കറിയാം, താരാട്ട് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ ഒപ്പമുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്റെ സംരക്ഷകനാണ്, സംരക്ഷകയാണ് എന്നൊക്കെയുള്ളൊരു സന്ദേശം അവിടെ കൊടുക്കുകയാണ്, അല്ലേ? അങ്ങനെ ജീവിതകാലം മുഴുവൻ കമ്മ്യൂണിക്കേഷൻ എൻ്റെ ഭാഗമായിട്ട് സംഗീതം ഒപ്പമുണ്ടെങ്കിൽ അത്ഭുതാവഹമായ മാറ്റങ്ങൾ വളർച്ചയിൽ, വികാസത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, ആശയവിനിമയം, അല്ലെ? നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ മറ്റൊരാളിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക്, ഒരു ഗ്രൂപ്പിലേക്ക് പകർന്നു കൊടുക്കുക. ഇന്റർചേഞ്ച് ഓഫ് ഐഡിയാസ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല കമ്മ്യൂണിക്കേഷൻ, അല്ലേ? നമ്മുടെ ജീവിത അനുഭവത്തിൽ നിന്നറിയാം. പക്ഷേ അതിനെ എളുപ്പമാക്കുവാൻ, അതിനെ മധുരതരമാക്കുവാൻ, പ്രശ്നരഹിതമാക്കുവാൻ ഒക്കെ സംഗീതത്തിന് സാധിക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. സാധാരണ മനുഷ്യരൊക്കെ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ എന്ന് നമുക്ക് പറയാം. People are usually more willing to communicate, feel better, like each other. അതാണ് ബേസിക് ആയിട്ടുള്ളത്. പക്ഷേ അതിന് ആക്കം കൂട്ടണമെങ്കിൽ, എല്ലാവരും അതിന് എപ്പോഴും ഒന്നും വഴങ്ങിയെന്ന് വരില്ല. പക്ഷേ ഇതിന് ആക്കം കൂട്ടാൻ സംഗീതത്തിൻ്റെ സ്വാധീനത്തിന് കഴിയും. മടിച്ച് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാട്ടിലൂടെ, ഒരു മൂളലിലൂടെ, ഒരു വരി പാടുന്നതിലൂടെ, അല്ലേ? സംഗീതം ഒപ്പമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിലൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് we will feel better. We like each other.
അതാണ് പറയുന്നത്. വേർഡ്സ് ഫെയിൽ ടു സ്പീക്ക്, മ്യൂസിക് സ്പീക്സ്. വേർഡ്സ് ഫെയിൽ, വാക്കുകൾ തോൽക്കുന്നിടത്ത് സംഗീതം സംവദിക്കുന്നു എന്ന് പറയും. വാക്കുകളിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ആശയം അത് സംഗീതത്തിലൂടെ നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒരു പാട്ട് നോക്കാം. ആദ്യത്തെ കൺമണി ആടായിരിക്കണം. ആ പാട്ട് അറിയാമല്ലോ. ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആ മനസ്സിലുള്ള ആശയം ഒരു നവ മിഥുനങ്ങൾ പങ്കുവയ്ക്കുന്നത് നോക്കും. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. അപ്പം മറുപുറത്തുനിന്നോ ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ചിരിക്കണം, അമ്മ ചിരിക്കുന്നത് പോലെ ചിരിക്കണം, മുഖം അമ്പിളി പോലെ ഇരിക്കണം. അപ്പോ ഇതൊക്കെ വാക്കുകളിലൂടെ സംസാരത്തിലൂടെ പ്രകടിപ്പിക്കുന്നതിലും എത്ര മനോഹരമായിട്ട് ആ ആശയം ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നു എന്ന് പറയാം അല്ലേ. മ്യൂസിക് ഈസ് ദ ആർട്ട് ഓഫ് ഓർഗനൈസിങ്. എന്താണ് മ്യൂസിക്? അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ശബ്ദങ്ങളെ ഓർഗനൈസ് ചെയ്യുക, അതിൻ്റെ ഋതം, രാഗം, താളം, ഭാവം, ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു കൂട്ടിയിണക്കുന്നതാണ് സംഗീതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിന് ശബ്ദത്തിൻ്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ ഒരു പ്ലഷർ ഫീലിംഗ് ഉണ്ടാക്കുന്ന, നല്ലൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതാണ് സംഗീതം. എല്ലാം ശബ്ദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. ശബ്ദത്തിൻ്റെ പല ഭാവങ്ങൾ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അല്ലേ. The path of young children to communicate begins with musical communication. കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ കമ്മ്യൂണിക്കേഷൻ യാത്രയുടെ തുടക്കം പാട്ടിലൂടെയാണ്, സംഗീതത്തിലൂടെയാണ് എന്ന് പറയും. കുഞ്ഞു കുട്ടികൾക്ക്, ബേബീസ് ക്യാൻ റെക്കഗ്നൈസ് റിതംസ്. അതിൻ്റെ താളവും അതിൻ്റെ ഇൻ്റർവെൽസും സൗണ്ട് ഉണ്ടാകുന്നതും അതിൻ്റെ അക്കോസ്റ്റിക് പ്രോപ്പർട്ടീസ്, ശബ്ദത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കുട്ടികൾക്കും മനസ്സിലാകുന്നു എന്നുള്ളത്. അപ്പോൾ അവരുടെ സിലബിൾസിലുള്ള മെലഡിയെ അവർക്ക് ഭാഷയിൽ ഉപയോഗിക്കാൻ സാധിക്കും അല്ലെ. ഭാഷയിൽ സംഗീതത്തിൻ്റെ സ്വാധീനം വളരെയധികം ആണ് എന്നുള്ളത് നമുക്കറിയാം. മ്യൂസിക് ആൻഡ് സോങ്സ് ഹാവ് എ ഹ്യൂജ്ലി സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ഓൺ ബ്രെയിൻസ്. തലച്ചോറിനെ, നമ്മുടെ ഹോർമോൺസിനെ, നമ്മുടെ നാഡീവ്യൂഹത്തെ, ഞരമ്പുകളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ദേ ക്യാൻ അപ്പീൽ ടു എനിവൺ. ആരെയും സ്വാധീനിക്കാൻ സംഗീതത്തിന് കഴിയും. ദേ ക്യാൻ എൻകറേജ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന്റെ എല്ലാ ഘട്ടങ്ങളിലും, മനുഷ്യന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും സംഗീതം സ്വാധീനിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പീച്ചിന്റെ അല്ലെങ്കിൽ സൗണ്ടിന്റെ വോളിയം ആൻഡ് സ്പീഡ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാനും പഠിക്കുന്നു. ബെറ്റർ സ്പീച്ച് മാനേജ്മെന്റ്, ഇംപ്രൂവ്ഡ് മെമ്മറിയുടെ 3 തലത്തെയും സംഗീതം സ്വാധീനിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മ്യൂസിക് അസിസ്റ്റ് ഇൻ എക്സ്പ്രസിംഗ് ഫീലിംഗ്സ് ആൻഡ് സ്ട്രെങ്തനിങ് റിലേഷൻഷിപ്പ്.
എക്സ്പ്രസിങ് ഫീലിങ്സ്, നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ആ പാട്ടിൽ എത്ര വികാരം, എത്ര എന്താണ് കരളിത ഭാവത്തിലാണ് ONV കുറുപ്പ് സാർ രചിച്ചിരിക്കുന്നത്. ആ സംഗീതവും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ എത്ര ആ ഒരു ഫീലിംഗ് കൺവേ ചെയ്യുന്നു അല്ലേ? രാത്രി മഴ പെയ്ത് തോർന്ന നേരം, അങ്ങനെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ. സ്ട്രെങ്തനിങ് റിലേഷൻഷിപ്സ്, നേരത്തെ പാടിയ പാട്ട് ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തനിങ് ചെയ്യുന്ന കാര്യമാണ്, ആദ്യത്തെ കൺമണി എന്നുള്ള പാട്ട്. All social systems require communication to form, develop and function. എല്ലാ സോഷ്യൽ സിസ്റ്റംസിനും കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. എന്തിന്? ഫോം ചെയ്യുന്നതിനും ഡെവലപ്പ് ചെയ്യുന്നതിനും അത് ഫങ്ഷൻ ചെയ്യുന്നതിനും. ഇറ്റ് ഈസ് ദ ടൂൾ ദാറ്റ് connects people and their communities, allows generations to connect, and accumulates and transmits social experiences. ഇതിനെല്ലാം സംഗീതം ഒരു ഇടനിലക്കാരനായി, ഒരു വെഹിക്കിളായി, ഒരു ടൂളായി നിലകൊള്ളുന്നു എന്ന് നമ്മൾ കാണുന്നു. മ്യൂസിക് ആൻഡ് സോങ്സ് have evolved into effective tools that enable each of them to function properly. നമ്മളുടെ തന്നെ ചെറുപ്പത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. അന്ന് കേട്ട പാട്ടുകൾ ഇന്നും ഓർക്കുന്നില്ലേ? നമ്മുടെ നഴ്സറി റൈംസ്, പ്രാവേ പ്രാവേ പോകരുത് അല്ലേ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ചില സങ്കല്പങ്ങൾ തന്നിട്ടുണ്ട്. അവിടെയും കമ്മ്യൂണിക്കേഷനാണ് സംഭവിച്ചത്. അത് കുമാരനാശാന്റെ ഒരു കവിത, ഈ വല്ലിയിൽ നിന്നും ചെമ്മേ എന്നുള്ളതും ഓർക്കുന്നില്ല? ആർക്കെങ്കിലും അത് പാടാവോ? ഈ വല്ലിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അപ്പോൾ അമ്മയുടെ കമ്മ്യൂണിക്കേഷൻ എന്താണ്? അമ്മ അത് തിരുത്തുന്നുണ്ട്. തെറ്റി നീലക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം, അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ വയ്യേ. അപ്പോ അമ്മ ആശ്വസിച്ചു, ആവാത്തത് എണ്ണി നീ വെറുതെ കരയരുത് എന്ന് അമ്മ ആശ്വസിപ്പിക്കുന്നു. ആവാത്തതിനെ നമ്മൾ വിട്ടുകളയുക എന്നുള്ളൊരു സന്ദേശം കുഞ്ഞിന് അമ്മ ആ ഒരു പാട്ടിലൂടെ കൊടുക്കുന്നല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പാട്ടുകൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചു വന്ന കവിതകൾ പാട്ടിൻ്റെ രൂപത്തിൽ ചൂടോടുകൂടി പാടുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് എന്താ പറയുക, പകരുകയാണ്, നേരിട്ട് പകരുന്ന ഒരു അനുഭവം ആണ് കിട്ടുക. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും കുട്ടിക്കാലം മുതലേ ബാല്യവും കൗമാരവും ഒക്കെ പാട്ടിനോടൊപ്പമായിരുന്നു. നമുക്കറിയാം അന്നൊക്കെ പാട്ട് കേൾക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ് അല്ലേ, ഇന്നത്തെ പോലെയല്ല. ഇന്ന് അവസരങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷേ നല്ല പാട്ടുകൾ, ബഹളത്തിൻ്റെ ഇടയിൽ നല്ല പാട്ടുകൾ ശ്രവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പണ്ട് പാട്ട് കേൾക്കണമെങ്കിൽ എങ്ങനെയാണ്? റേഡിയോ ഒരു ആശ്വാസമായിരുന്നു. എല്ലാ വീടുകളിലും റേഡിയോ ഉണ്ടായിരുന്നില്ലാത്ത കാലം. പിന്നെ ഞാൻ ഓർക്കുന്നത്, സൈക്കിൾ യജ്ഞക്കാർ നമ്മുടെ ഗ്രാമത്തിലൊക്കെ വന്ന് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അവർ റെക്കോർഡ് ഡാൻസ് എന്നൊക്കെ പറയുന്നത്, റെക്കോർഡ് പാട്ടിട്ടിട്ട് അതിനൊപ്പം സൈക്കിളിലിരിക്കുന്ന ആളും അയാളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന 1-2 പേരും കൂടി ഇങ്ങനെ വട്ടത്തിൽ സൈക്കിളിൽ ചവിട്ടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം. അപ്പോൾ അന്നിങ്ങനെ പാട്ട് കേൾക്കാനൊരു അവസരം കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം, കുട്ടികളായ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു. കുറേ പാട്ടുകൾ ഡെയിലി അതേ തന്നെയാണ് കേൾക്കുക, എന്നാൽ തന്നെയും അങ്ങനെ കേട്ട പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കും. ആ പാട്ടുകളൊക്കെ നമുക്ക് കുറേ സങ്കല്പങ്ങൾ തന്നു, കുറേ അറിവുകൾ തന്നു. അപ്പോൾ അവിടെയും വാട്ട് ഹാപ്പൻസ് ഈസ് കമ്മ്യൂണിക്കേഷൻ. ഒത്തിരി കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. ദെൻ ഒത്തിരി പോസിറ്റീവ്
ഇമ്പാക്റ്റ് ആണ് പാട്ടുകൾ നമ്മൾ തരിക. അത് ശാരീരികമായിട്ടായാലും സൈക്കോളജിക്കലി ആയാലും സ്പിരിച്വലി ആയാലും എല്ലാം പോസിറ്റീവായിട്ടുള്ള വൈബ്സ് തരുവാൻ സംഗീതത്തിന് സാധിക്കുന്നുണ്ട്. ഭാഷയും സംഗീതവും തമ്മിൽ വളരെ അടുത്തത്. ഭാഷയും ആശയവിനിമയം തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്കറിയാവും. അതുപോലെ തന്നെ അതിന് എന്താ പറയുക, സഹായിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന കാര്യമാണ്, ഒരു അത്ഭുത പ്രതിഭാസം എന്ന് വേണമെങ്കിൽ പറയാം, ആണ് സംഗീതം. ആ ചെറുപ്പത്തിൽ കിട്ടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ. ഒരു വ്യക്തിയുടെ ഭാഷയുടെ പ്രാവീണ്യം, അതുപോലെ തന്നെ ആശയവിനിമയത്തിന്റെ പ്രാവീണ്യം, ഇതൊക്കെ സംഗീതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. കാരണം അല്ലെങ്കിൽ സംഗീതം അതിനെ എന്താ പറയുക, അതിനെ വളരെയധികം ഉന്നത മൂല്യമുള്ളതാണ്, ഗുണനിലവാരമുള്ളതാക്കി തീർക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. തുടക്കത്തിൽ അധികമൊന്നും അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവില്ല. വളരെയധികം കാലങ്ങൾക്ക് ശേഷമായിരിക്കും അന്ന് കേട്ട പാട്ട് അല്ലെങ്കിൽ അന്ന് പഠിച്ച കവിത ഒക്കെ എന്നെ ഇത്രമാത്രം സ്വാധീനിച്ചു, എന്നെ ഇത്രമാത്രം വളർത്തി, എന്നെ പല ദുർഘട നിമിഷങ്ങളിലും സഹായിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ മനസ്സിലാകുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ ഇമോഷൻസിനെ ഒക്കെ ബാധിക്കുന്ന സംഗീതം ആശയവിനിമയത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. നല്ല ആശയവിനിമയത്തിനൊരു മുതൽക്കൂട്ടാണ്. ഭാഷയുടെ ഘടന, നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷയുടെ ഘടനയ്ക്ക് സംഗീതത്തിന് ഒരു സൗന്ദര്യം കൊടുക്കുവാൻ സാധിക്കും സംഗീതത്തിൻ്റെ ഉപയോഗം കൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ച സംഗീതം ഒത്തിരി ഉപകാരപ്പെടുന്നു. അത് നമ്മുടെ ആശയവിനിമയത്തെയും സ്വാധീനിക്കുന്നു. നമ്മുടെ വിവിധ ഘട്ടങ്ങളിൽ എങ്ങനെ സംഗീതം വളർച്ചയെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്ന ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞത്. ഇനിയിപ്പം നമുക്ക് നമ്മൾ അന്ന് ചെറുപ്പം മുതലല്ല ഗർഭാവസ്ഥയിലായിരിക്കുന്ന ശിശുവിനെ എങ്ങനെ സംഗീതം സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി അവസാനം നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഭാര്യ ഭർത്താക്കൻ അല്ലെങ്കിൽ ഫാമിലി, ആ തലം വരെയാണ് എത്തി നിൽക്കുന്നത്. ഇനി അവിടെ വെച്ചാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞത്. ഇനി നമുക്ക് തുടർന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ സംഗീതവും ആശയവിനിമയവും എത്രമാത്രം നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാണ്, എത്രമാത്രം നമ്മളെ വളർത്തുന്നു, നമുക്ക് ആശ്വാസമാകുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. വാക്കുകൾ തോൽക്കുന്നിടത്ത് സംഗീതം സംസാരിക്കുന്നു. Where words fail, music speaks. നമുക്ക് ഇന്നത്തെ പാട്ട് ആലാപനത്തിന്, സംഗീത ആലാപനത്തിലേക്ക് കടക്കാം. സാറ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നതാണ് സംബോധനയിൽ തുടങ്ങുന്ന പാട്ടുകൾ. അത് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ന്യൂ ഇയർ സെലിബ്രേഷനും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിലേക്ക് കടക്കാൻ സാധിച്ചില്ല. നമ്മൾ വേറൊരു രീതിയിൽ അതിനെ ആഘോഷിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നമുക്കിന്ന് സംബോധനയിൽ തുടങ്ങുന്ന പാട്ടുകൾ ആലപിക്കുന്ന സെഗ്മെന്റിലേക്ക് കടക്കാം. സാറേ, അനുഭവങ്ങൾ പാളിച്ചുള്ള എന്ന ചിത്രത്തിൽ വയലാരെഴുതി ദേവരാജൻ സംഗീതം ചെയ്ത യേശുദാസ് പാടിയ പാട്ട് പ്രവാചകന്മാരെ തുടങ്ങുന്നതാണ്. അത് ഒരു അഭിസംബോധന ഉപയോഗിക്കാം. തീർച്ചയായും പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു എന്താ പറയുക, ഫിലോസോഫിക്കൽ അല്ലേ, ഒരു ഫിലോസഫിക്കൽ പാട്ടാണ് അത്.
പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലെയാണോ? അറിയാവുന്ന രീതിയിൽ പാടാം. ഓക്കെ ഓക്കെ. പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലെയാണോ? പ്രപഞ്ച ശില്പികളെ പറയൂ പ്രകാശമകലെയാണോ? ആദിയുഷസ്സിൻ ചുവന്ന മണ്ണിൽ ഈ സംഗമങ്ങൾ ഇവിടെയുയർത്തിയ വിശ്വാസഗോപുരം ഇടിഞ്ഞു വീഴുന്നു, കാറ്റിൽ ഇടിഞ്ഞു വീഴുന്നു. ഈ വഴിത്താരയിൽ ആലംബമില്ലാതെ ഈശ്വരൻ നിൽക്കുന്നു. കർമ്മനീതികൾ താടി വളർത്തി തപസ്സിരിക്കുന്നു. പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലെയാണോ? പ്രപഞ്ച ശില്പികളെ പറയൂ പ്രകാശമകലെയാണോ? താങ്ക് യു സർ. ഓക്കെ സർ. വളരെ പഴയ ഒരു ഗാനം, ഫിലോസോഫിക്കൽ സോങ്. ഞാൻ പറഞ്ഞ പോലെ പ്രവാചകന്മാരെ പറയൂ പ്രഭാതം അകലെയാണ്. ഇനി എത്ര കാലം നമ്മൾ നോക്കിയിരിക്കണം പ്രകാശത്തിന് അല്ലെങ്കിൽ പ്രഭാതത്തിന്? അത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഗതിയാണ് ഇപ്പോൾ ഉള്ളത്. അല്ലെ, എല്ലാ കാലവും ചോദിക്കാൻ പ്രസക്തമായിട്ടുള്ള ഒരു പാട്ട്. ഈ പാട്ടിന് മരണമില്ല, ഇപ്പോഴും ചോദിക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. വയലാറിൻ്റെ ആ മനോഹരമായ ഫിലോസഫിക്കൽ രചന അവതരിപ്പിച്ചതിന് 50 years 1971 ഇപ്പോഴും പ്രസക്തമാണ് ആ പാട്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വേറൊരു പാട്ട് വളരെ ഈസി ആയിട്ട് പാടാവുന്ന, ദേവിയെ വിളിച്ചോണ്ട്, ദേവി ശ്രീദേവി എന്നുള്ള, അല്ലാതെ ഭഗവതി അല്ല കേട്ടോ. ദേവി ശ്രീദേവി ആർക്കെങ്കിലും പാടാം. തേടി വരുന്നു. ഞാൻ പഠിക്കട്ടെ. നിന്ദേവാലയവാതിൽ തേടി വരുന്നു ഞാൻ, അമ്പലനടയിലും കണ്ടില്ല നിന്നെ, അരയാൽ തറയിലും കണ്ടില്ല, ആശ്രമവനത്തിലും അന്തപുരത്തിലും അല്ലിപ്പൂങ്കാവിലും കണ്ടില്ല. എവിടെല്ല തിരഞ്ഞു വന്നത് അല്ലേ? മാനസ പൊയ്കതൻ കടവിൽ നിന്റെ മണിവീണനാദം കേട്ടു ഞാൻ, മനസ്സിനുള്ളിലെ പൂജാമുറിയിൽ നിൻ കനകച്ചിലമ്പൊലി കേട്ടു ഞാൻ. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ, നിന്റെ വാലയവാതിൽ തേടി വരുന്നു ഞാൻ. ഇത് കാവ്യമേള എന്ന സിനിമയിലെ ഗാനമാണ്. കാവ്യമേള. ഓക്കെ. വയലാറിന്റെ രചന, ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സംഗീതം, യേശുദാസ് ആലപിച്ച. ഓക്കെ. സന്യാസിനിയുടെ പാട്ട് ഞാൻ പാടാം. ഓക്കെ, സന്യാസിനിയെ വിളിച്ചോളൂ. അതും അഭിസംബോധനയാണ്. സന്യാസിനി സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു, ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.
ഇത് രാജഹംസം എന്ന സിനിമയിലെ പാട്ടാണ്. ഇതും വയലാറിന്റെ രചനയാണ്. ദേവരാജൻ മാസ്റ്റർ സംഗീതം, യേശുദാസ്. ദേവരാജൻ മാഷിന്റെ കാട്ടി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ. നമ്മുടെ അനിൽകുമാർ സാർ ഉണ്ടായിരുന്നെങ്കിൽ സാറിൻ്റെ ഒരു ഇഷ്ടഗാനമാണെന്ന് തോന്നുന്നു, പലപ്പോഴും പാടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതാരാ പാടുന്നത്? ആരെയും എന്തിനേയും സംബോധന ചെയ്തുകൊണ്ടുള്ള പാട്ടുകൾ കേട്ടോ. ഒന്ന് പാട്ടെ സാറേ. പാടിക്കോ. മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം. ഓ മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു ഗാനം, ഏതൊരു ഗീതം. ഓ മഞ്ജുഭാഷിണി. വയലാർ, യേശുദാസ്. ഓക്കെ ഓക്കെ. നാദസിരകളിൽ പ്രിയദർശിനി മോതിര കൈവിരൽ ഒഴുകുമ്പോൾ താനെ പാടാത്ത തന്ത്രികളുണ്ടോ, താളം പിടിക്കാത്ത ഹൃദയമുണ്ടോ. മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങി ഉണരുന്നത് ഏതൊരു രാഗം. മനോഹരമായ ഈ രചനയിൽ ആരുടേതായിരിക്കും? സിനിമയിലെ വയലാറിന്റെ രചനയാണ് ഇത്. അതെ, കെ രാഘവന്റെ മനോഹരമായ സംവിധാനം. മഞ്ജുഭാഷിണി വളരെ മനോഹരമായ പാട്ട്. സാർ നന്നായി ആ 4 വരികൾ ആലപിച്ചു. അതിനുശേഷം താങ്ക് യു വെരി മച്ച് ഹരീന്ദ്രൻ സാർ. ഓക്കെ, വേണുഗോപാൽ സാർ പഠിക്കും. അതെ, വരികളൊന്നും ശരിക്കും ഓർമ്മയില്ല, പഴയ പാട്ടാണ്. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ ഇതിലേ. ഏത് പടത്തിലൊന്നും ഓർമ്മയില്ല, പഴയ പാട്ട്. ഏത് പടത്തിലൊന്നും ഓർമ്മയില്ല, പഴയൊരു പാട്ടാണ്. ഇതിലെ ഈ പാട്ട് നമ്മള് സത്യൻ മാഷൊക്കെയാണ് അല്ലെ? സത്യൻ മാഷാണ് തോന്നുന്നത് അഭിനയിക്കുന്നത്. ടിവിയിലെ കണ്ടിങ്ങനെ ഇതിലെ ഒക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ പാട്ടാണ്. സ്വപ്നലോലുപേ ഇതിലേ ഹൃദയ മണിയറയിൽ നിന്നൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ. താങ്ക് യു വേണുഗോപാൽ സാർ. ഈ പാട്ടും പി ഭാസ്കരൻ മാഷിന്റെ രചനയാണ്. ഭാസ്കരൻ മാഷാണ് രചിച്ചത്. ദേവരാജൻ മാഷിന്റെ സംഗീതം, യേശുദാസ്, ആഭേരി രാഘവൻ. വേണുഗോപാൽ സാർ ആ പാട്ട് ഓർമ്മിപ്പിച്ചതിനും പാടിയതിനും നന്ദി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. പല ഗാനമേളയ്ക്കും പഴയ പാട്ടുകൾ ഉള്ള ഗാനമേളയിൽ എപ്പോഴും ആവർത്തിച്ച് പാടി കേൾക്കുന്ന ഒരു പാട്ടും കൂടിയാണ് സ്വർഗായികേ. നല്ല താളമാണ്. ഓക്കെ, ആരാണ്? അശ്വതി. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ പൂഞ്ചേലാടാലോ. ഉണ്ണി വാവാവോ. കഴിഞ്ഞോ? പാടിക്കഴിഞ്ഞോ? പാടുന്നുണ്ടോ?
കഴിഞ്ഞു. അപ്പോൾ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചയിലാടാലോ. നല്ല ഒരു ഇത് ശങ്കരാഭരണത്തിലുള്ള പാട്ടാണ്. ശങ്കരാഭരണം രാഗത്തിലാണ്. കൈതപ്രത്തിന്റെ രചനയും മോഹൻ സിത്താരയുടെ സംഗീതം. ഓക്കെ, സാന്ത്വനം എന്ന സിനിമ. താങ്ക് യു അശ്വതി. അടുത്തത് ജോർജ് സാറ് മ്യൂട്ട് ചെയ്ത് പാടാം. ജോർജ് സാറ് പാട്ട് പഠിച്ചിട്ടുണ്ടാവും. സാറേ, സുമംഗലിയുടെ ഒരു പാട്ട് ഞാൻ പാടാം. സുമംഗലി നീ ഓർമ്മിക്കുമോ? ജോർജ് സാറും ശുദ്ധോധനൻ സാറും ഒക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, സാർ പോയോ? ഞാൻ സുമംഗലി നീ ഓർമ്മിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം. ഓക്കെ ഓക്കെ ചോദിച്ചു നോക്ക്. സുമംഗലി നീ ഓർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമാ മനസ്സിലാലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീയൊന്നിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഓക്കെ സാർ, താങ്ക് യു. വിവാഹിത എന്ന പുസ്തകത്തിലെ അതെ അതെ. അതിലെ അടുത്ത വരികൾ കേൾക്കുമ്പോൾ എന്താ പറയാ, നമ്മുടെ മനസ്സിനെ മതിക്കുന്ന കുറെ വരികളാണ്. പിരിഞ്ഞു പോകും നിനക്ക് മറക്കുവാനേ കഴിയൂ, നിറഞ്ഞ മാറിലെ ആദ്യ നക്ഷത്രം മറയ്ക്കുവാനേ കഴിയൂ, കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ, സുമംഗലി. ഓക്കെ, താങ്ക് യു സാബു സാർ. ഓക്കെ, ജോർജ് സാർ സാർ ഞാൻ പാടട്ടെ? പഠിക്കും പഠിക്കും. ഓ, താങ്ക് യു സാർ. മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. താങ്ക് യു സാർ. ജയചന്ദ്രൻ പാടിയ ആദ്യത്തെ പാട്ട്. ഇത്തരക്കൊക്കെ ഗവേഷണം നടത്തി കിട്ടുന്ന പോലെയാ. ഭാവഗായകൻ ജയചന്ദ്രൻ പാടിയ പാട്ടാണ് അല്ലേ? ആദ്യത്തെ പാട്ട്. കളിത്തോഴൻ. ശരിയാ, കളിത്തോഴൻ. മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. അത് ഈ പറഞ്ഞ പോലെ ഒരു വിരഹഗാനം അല്ലെ, വിരഹം തോന്നിപ്പിക്കുന്ന ഒരു പാട്ടാണ്. കഥ മുഴുവൻ തീരും മുൻപ്, യവനിക വീഴും മുൻപ്, കവിളത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ, നടന്നുവല്ലോ, മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. നിന്നെ മാത്രമാണ് നോക്കിയിരുന്നത്, പക്ഷെ നീ മാത്രം വന്നില്ല. പ്രേമ ചകോരി ചകോരി ചകോരി. വളരെ പഴയ പാട്ടാണ്. അന്നു മുതൽ നമ്മുടെ മനസ്സിൽ ഇതേ പച്ചപ്പോടുകൂടി തനിമയോടുകൂടി നിൽക്കുന്ന, അല്ലെ, ജീവനോടെ നിൽക്കുന്ന, ഓജസ്സോടുകൂടി നിൽക്കുന്ന ഒരു പാട്ടാണ് ജയേട്ടൻ പാടിയ ഈ മനോഹരമായ ഗാനം. ഇപ്പോൾ കേട്ടാൽ നമുക്ക് കോരിത്തരിക്കുന്ന പാട്ടാണ്. താങ്ക് യു ജോർജ് സാർ, താങ്ക് യു വെരി മച്ച്. സുനിൽ സാർ വന്നിട്ടുണ്ടല്ലോ.
അതെ, സുനിൽ സാറുണ്ട്, അനിൽകുമാർ സാറും എത്തിയിട്ടുണ്ട്. ഓക്കെ. സാർ ഞാൻ യാത്രയിലായിരുന്നു, യാത്ര കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. അത് കേട്ടോണ്ടിരിക്കും. ഓക്കെ ഓക്കെ. ഒരു പാട്ടോടെ ഞാൻ പാടാം, അപ്പോഴത്തേക്കും സുനിൽ സാറും അനിൽകുമാർ സാറും റെഡി ആകും. രാജീവ് ഫിലിപ്പ് സാർ ചുമ്മാ ഇരിക്കും കേട്ടോ. ജോസഫ് ജോൺ സാറും ചുമ്മാ ഇരിക്കും കേട്ടോ. റെഡി ആകും. ഞാൻ ഒരു പാട്ട് ആൾക്കാർ കുറവാ, ഇന്ന് ആൾക്കാർ കുറവാ, അതുകൊണ്ട് പാട്ടി നമുക്ക് അവസാനിപ്പിക്കും. അതെ, ആവശ്യം പോലെ പാടാം. അതെ, പൂന്തേനരുവി എന്നുള്ള സിനിമയാണ് പാട്ട്. Okay. പൂന്തേനരുവി. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി. ഓക്കെ, താങ്ക് യു. ഇത് ആര് പാടിയതെന്ന് പറയാമോ? സുശീല. സുശീല. മനോഹരമായ പെണ്ണിന്റെ കഥ. ഒരു പെണ്ണിന്റെ കഥ അല്ലെ? ഒരു പെണ്ണിന്റെ കഥ. പഹാടി രാഗം. താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു, ഉടവയുടുത്തു നടന്നു നമ്മൾ, പൂക്കളെറുത്തു നടന്നു. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ ഓക്കെ, താങ്ക് യു. മനോഹരമായ ഈ ഗാനം രചിച്ചത് ആരാണെന്ന് അറിയാമോ? വയലാർ ദേവരാജൻ മാഷയുടെ സംഗീതമാണ്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന പാട്ടുകൾ അല്ലെ, എന്നും ഓർക്കത്തക്ക പാട്ടുകൾ. അന്നും ഇന്നും ദേവരാജൻ സംഗീതം കൊടുത്ത് യേശുദാസ് പാടും. അതായത് സുശീല പാടിയതാണ്. സത്യനും ഷീലയും മത്സരിച്ച് അഭിനയിച്ച ഒരു പടം. സത്യന്റെയും ഷീലയുടെ ഏറ്റവും നല്ല അഭിനയം അതിനകത്ത്. ഒരു പെണ്ണിന്റെ കഥ എന്ന സിനിമ അല്ലേ? ഓക്കെ. പഴയൊരു സിനിമയുണ്ട് ഭാര്യ, അതിൽ എം രാജ പാടിയൊരു പാട്ടുണ്ട്. പാടിക്കോളൂ സാർ. പെരിയാറേ പർവ്വതയുടെ മലയാളി പെണ്ണാണു നീ. കഴിഞ്ഞ സാറേ? വേണുഗോപാൽ സാറിന്റെ പാട്ട് കേട്ടില്ലല്ലോ, ഒന്നുകൂടെ പാടിക്കോ സാറേ. മൈക്ക് അടുപ്പിച്ചു വെച്ച് പാടുമോ? ഇപ്പൊ കേൾക്കാവോ? ഹലോ, ഇപ്പൊ കേൾക്കാവോ? എം രാജ പാടിയ പാട്ടാണ് ഭാര്യ എന്ന പടത്തില്. ഒന്നുകൂടെ പാടും. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. കേട്ടോ? കേട്ടു. സാർ നന്നായിട്ട് പാടുകയും ചെയ്തു. താങ്ക് യു. അടുത്ത അനിൽകുമാർ സാർ, പ്ലീസ്. അനിൽകുമാർ. ഓക്കെ. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ, നിൻ നിഴലായി അലയും പ്രിയനെ മറന്നു മൃദുലേ, മനസ്സും അകന്നു അകലെയാ നെങ്കിലും ധന്യേ, അകലെയാ നെങ്കിലും ധന്യേ,
നിൻ സ്വരം ഒരു തേങ്ങലായി എന്നിൽ നിറയും. ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ. ഓക്കെ, അടുത്ത ആള്. അത്ര പോരെ? എല്ലാവർക്കും പാടണ്ടേ? അടുത്ത ഞങ്ങൾ പഠിക്കും സാർ. അടുത്ത ഒരു സ്റ്റാൻസ് പഠിക്കും. ഒരു സ്റ്റാൻസ് കൂടെ പഠിക്കും. പിരിയുവാനാകുന്നു തമ്മിൽ, പിരിയുവാനാകുമോ തമ്മിൽ, എൻ പ്രിയേ പുതുജീവനായി എന്നിൽ വിരിയൂ. ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ. നിൻ നിഴലായി അലയും പ്രിയനെ മറന്നുവോ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ. ഓക്കെ, താങ്ക് യു. ഞാൻ ഏകനാണ് എന്നുള്ള സിനിമയാണ് ഇത്. കേൾക്കാമല്ലോ അല്ലേ? ഇത് രചിച്ചത് ആരാണെന്ന് അറിയാമോ? സാധാരണ ഒരു ഗാനരചയിതാവല്ല ഇത് രചിച്ചിട്ടുള്ളത്. ഒന്നോർത്തെടുക്കാമോ? ഒരു സിനിമാ സംവിധായകനാണ് ഈ പാട്ട് രചിച്ചിട്ടുള്ളത്. സത്യനന്ദിക്കാട്. വെരി ഗുഡ്, വെരി ഗുഡ്. രാജു ഫിലിപ്പ് സാർ ഈ കാര്യങ്ങളെല്ലാം വളരെ എന്താ പറയാ, സാർ ഒരു എൻസൈക്ലോപീഡിയ ആണെന്ന് തോന്നുന്നു. പഴയ പാട്ടുകളുടെ ചരിത്രവും രചയിതാക്കളെല്ലാം അറിയാം. സിനിമയെ കുറിച്ച് പോലും സാർ വളരെ എം ജി രാധാകൃഷ്ണൻ. പാട്ട് ഇതിനകത്താണ്. ഓക്കെ, ഇത് യേശുദാസും പാടിയിട്ടുണ്ട്. യേശുദാസാണ് പാടി. കാപ്പി രാഗമാണ്. സത്യനന്ദിക്കാടിന്റെ രചന എം ജി രാധാകൃഷ്ണൻ. എം ജി രാധാകൃഷ്ണന്റെ സംഗീതം വളരെ കുറവാണ് സിനിമയില്. എങ്കിലും കുറവെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഉള്ളതൊക്കെ വളരെ ഗംഭീരം. എം ജി രാധാകൃഷ്ണൻ വലിയൊരു സംഗീത പ്രതിഭ ആയിരുന്നല്ലോ. എം ജി ശ്രീകുമാറിന്റെ ജ്യേഷ്ഠ സഹോദരൻ. അടുത്ത ഹരീന്ദ്രൻ സാർ ഒരു പാട്ടോടെ പാടും. സുനിൽ സാർ പാടിയില്ല. റെഡിയാകൂ. ഷദീം മാമിന് ഒന്നുകൂടെ പാടാം. ജോർജ് സാർ ഓരോ പാട്ടും കൂടെ പാടാം എല്ലാവർക്കും. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടി ഓലവാലി, വേണ്ടാത്തത് മിണ്ടാതെടി കൂട്ടുകാരി, ആട്ടുകുന്നിലെ തെങ്ങിലെ തേൻ കരിക്കിലെ തുള്ളി പോൽ തുള്ളാതെടി തുളുമ്പാതെടി തമ്പുരാട്ടി. ഓക്കെ, വെരി ഗുഡ്. കാലാപാനിയിലല്ലേ? കാലാപാനി. അതെ അതെ, കാലാപ്പാനി വെറൈറ്റി സോങ് ആണ് കൊണ്ടത്. എല്ലാവരും പഴയ പാട്ടുകളൊക്കെയാണ് പാടുന്നത്. എന്നാലും ഇതൊരു തീരെ പഴയതെന്ന് പറയാൻ പറ്റില്ല. കാലാപ്പാനി ഇളയരാജയുടെ സംഗീതമാണ് അതിന്റെ പ്രത്യേകത. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെ ഓലവാലി. ഇളയരാജയുടെ സംഗീതം അതൊന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംഗീതം. അപ്പോൾ പല പാട്ടുകളും പരിശോധിച്ചാൽ അറിയാം. അതുപോലെ ഈ പാട്ട് പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും. യുഗ്മഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനരചയിതാവ്. മോഹന രാഗത്തിൽ മോഹനം. കാലാപ്പാനി സിനിമ. താങ്ക് യു. സാറേ ഒരെണ്ണൂടെ പാടൂ. AR രാജയുടെ അടിമകൾ എന്ന സിനിമയിലെ പാട്ട് പാടാൻ അറിയുന്നു. മാനസേശ്വരി മാപ്പു തരൂ, മറക്കാൻ നിനക്കു കഴിയില്ലെങ്കിൽ മാപ്പു തരൂ, മാപ്പു തരൂ. മാനസേശ്വരി മാപ്പു തരൂ. വയലാർ ദേവരാജൻ അടിമകൾ എന്ന സിനിമയിലെ. ന്യൂ ഇയറിന് പറ്റിയ പാട്ടാ.
അൽകുമാർ സാർ റെഡി ആയിട്ടുണ്ട്. അല്ലെ, ഫോർഗീവ്നെസ് അപേക്ഷിച്ചുകൊണ്ട് മാപ്പ് ഒരു നിവൃത്തിയില്ലെങ്കിൽ അല്ലെ, ഒരു നിവൃത്തിയില്ലെങ്കിൽ മാപ്പ് തരുന്നു. മാപ്പ് തരുമെന്ന്. ഓക്കെ, അവസാനത്തെ അടവ്. അൽകുമാർ സാർ റെഡി ആയിട്ടുണ്ട്. പാട്ടെ ഞാനല്ലേ? പഠിക്കും. ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായി അകത്തു വരൂ. സാലഭഞ്ജികകൾ കൈകളിൽ കുസുമ താലമേ നിവരവേൽക്കും, പഞ്ചലോക പണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും, ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും, ചൈത്ര പത്മജല മണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും. ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനെ അല്ലെ, ആ കാമുകിയെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ല പാട്ട്. വളരെ പാടണം അല്ലേ? വളരെ, അതെ, ചെമ്പരത്തി എന്ന സിനിമ. ചെമ്പരത്തി, ദേവരാജൻ സംഗീതം, വയലാർ രചന, യേശുദാസ് ആലപിച്ചു. ഹമീർ കല്യാണി രാഗമാണിത്. ഹമീർ കല്യാണി. വേണുഗോപാൽ സാർ റെഡിയാണോ? വേണു സാർ പാട്ട് പാടാൻ റെഡിയാ? അൺമ്യൂട്ട് ചെയ്യൂ. സുനിൽ സാർ പാടിയോ? വളരെ മെച്ചപ്പെട്ട രീതിയിൽ പാടുന്നുണ്ട്. ജയേന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്, ഓക്കെ, ഞാൻ ഓർക്കുന്നില്ല. ഇഷ്ടപ്രാണേശ്വരി നിന്റെ തോട്ടം എനിക്കു വേണ്ടി, ഏഴാം സ്വർഗം എനിക്കു വേണ്ടി, ഇഷ്ടപ്രാണേശ്വരി കുന്തിരിക്കം പുകയുന്ന പൂവിൻ ചെരുവിലെ ഇണക്കിളി. എനിക്ക് വരികളൊന്നും ഓർമ്മ കിട്ടുന്നില്ല. മൈക്ക് അടുത്ത് വെച്ച് പാടണേ. ഇഷ്ടപ്രാണേശ്വരി ഏതൻ തോട്ടം എനിക്കു വേണ്ടി, ഏഴാം സ്വർഗം എനിക്കു വേണ്ടി, ഇഷ്ടപ്രാണേശ്വരി കുന്തിരിക്കം പുകയുന്ന കുന്നിൻ ചെരുവിലെ ഇണക്കിളി. അത് എനിക്ക് വരികളൊന്നും ഓർമ്മ കിട്ടുന്നില്ല. നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം, ഒരിക്കലും നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം, എന്നോട് പറഞ്ഞോ നീ എന്തെങ്കിലും ഒന്ന് സമ്മതിക്കൂ. വളരെ മനോഹരമായ ഗാനമാണ്. ജയേട്ടൻ പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെ വളരെ പ്രത്യേകതയുള്ള പാട്ട്. ചുക്ക് എന്ന സിനിമയിലെന്ന്. ഇതും വയലാർ ദേവരാജൻ ടീമിന്റെ പാട്ടാണ്. വയലാർ ദേവരാജൻ ടീം ഒരിക്കൽ ചുക്ക്, സിനിമയുടെ പേര് ചുക്ക് സാർ പറഞ്ഞല്ലോ, ചുക്കാണ് സിനിമ. ഓക്കെ, വളരെ ശരിയല്ലല്ലോ? ശരിയാണ്, വളരെ ശരിയാണ്. സാറേ ഇന്ന് യേശുദാസിന്റെ ജന്മദിനമാണോ? അല്ല, ഈ അടുത്ത വേണുഗോപാൽ ആരെ പറഞ്ഞ?
ഉദിമാർ സാറിന് ഒരു ഇന്നല്ല മെസ്സേജ് അയച്ചായിരുന്നു, വേണു യേശുദാസിന്റെ ജന്മദിനമാണെന്നൊക്കെ. എന്തായാലും ഇന്നല്ല യേശുദാസിന്റെ ഒരു പാട്ട് ഞാൻ പാടാം. ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന കല്യാണി രാഗത്തിലുള്ള ഒരു പാട്ട്, അനുരാഗിണി. പാടിയോ ആരെങ്കിലും? ഇല്ലല്ലോ. ഇല്ലില്ല. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയ ഇതു നിന്റെ ജീവനിൽ അണി അണി അഭിലാഷപൂർണ്ണ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമമോ അനുരാഗിണി ഇതായും കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഓക്കെ, കീഴിലല്ലേ? എന്തോ ഇവിടെ കീഴിൽ ഒരു കുടക്കീഴിൽ. ഇത് ഇതിന്റെ പ്രത്യേകത അതിന്റെ സംഗീതമാണ്. സംഗീതം സംവിധാനം ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. മെലഡിയുടെ രാജാവ് എന്ന് പറയുന്നു ജോൺസൺ മാഷ്. അല്ലെ, ഒരു കുടക്കീഴിൽ കല്യാണി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഗാനരചന പൂവച്ചൽ ഖാദർ. യേശുദാസിന്റെ ജന്മദിനം 10-ാം തീയതിയാണ്. ഇന്നെത്രയാ? 8 ജനുവരി 10. ബുധനാഴ്ച. ആ, രമാവതി മാഡം പാടിക്കോളൂ. ഞാൻ ചേർത്തലയിലാണുള്ളത്. ഇപ്പോഴാണ് ഇത് എന്റെ നെറ്റ്വർക്ക് BSNL കിട്ടുന്നില്ല. യേശുദാസിന്റെ ഒരു പാട്ട് ഞാൻ പാടാൻ ശ്രമിച്ചോട്ടെ. താമസമെന്തേ വരുവാൻ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ. ഹേമന്തയാമിനി തൻ പൊൻവിളക്കു പൊലിയാറായി മാഗന്ധശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ. തളിർമരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ, പൂഞ്ചോലക്കടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ, പാലോളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ, പാലോളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ,
താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. ഇടയ്ക്ക് പോയി സ്ലിപ്പായി പോയി സാറേ, സോറി. പാട്ട് മുഴുവനും ഓർമ്മയിൽ നിന്ന് പാടിയാൽ വലിയ പ്രത്യേകമായ അല്ല, നോർമ ഇതിൽ നിന്നാണ്. എന്നാലും നന്നായിട്ട് പാടി കേട്ടോ. അത് ഭാർഗവി നിലയം. പി ഭാസ്കറിന്റെ രചന, MS ബാബുരാജ സംഗീതം, യേശുദാസ് ആലപിച്ച ഗാനഗന്ധർവന്റെ പാട്ടാണ് രമാവതി മാഡം പാടിയത്. 10-ാം തീയതി ജന്മദിനം ആണ് അദ്ദേഹത്തിൻ്റെത്. അല്ലെ, നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ അവതരിക്കുന്ന ഒരു അവതാര പുരുഷൻ തന്നെയാണ് യേശുദാസ്. അങ്ങനെ നിസ്സാര മനുഷ്യനല്ല. അങ്ങനെ ഒരു മഹാന്റെ ജന്മദിനമാണ് നമ്മൾ അടുത്ത ദിവസം ആഘോഷിക്കാൻ പോകുന്നത്. അടുത്ത ദിവസത്തെ യേശുദാസിന് വേണ്ടി നമുക്ക് മാറ്റി വെച്ചാലോ? അടുത്ത ഞായറാഴ്ച സാബു സാറേ, യേശുദാസിന്റെ പാട്ടുകളും അദ്ദേഹത്തെ അനുസ്മരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അടുത്ത ആഴ്ച അങ്ങനെ പോകാൻ തോന്നുന്നു. ആരാ പാടുന്നത്? സുനിൽ സാറാണ്. യാത്രയിലായിരുന്നു, എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് റൂമിലെത്തിയത്. ശരി സാർ, പാടിക്കോളൂ. എല്ലാം നല്ലോണം പാടി. എല്ലാവർക്കും നന്ദി. നല്ല ആസ്വാദികരമായിരുന്നു, പ്രത്യേകിച്ച് അവസാനം പാടിയ പാട്ട് ഉൾപ്പെടെ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതാ പടം എനിക്ക് ഓർമ്മയില്ല. ഭാസ്കര മാസ്റ്റർ എഴുതിയത് രാഘവൻ മാസ്റ്ററുടെ സംഗീതം എന്ന് ഓർമ്മ. ജയചന്ദ്രൻ സാറിന്റെ ഇതാണ്. ഒന്ന് പാടിക്കോട്ടെ. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. കാവേരിക്കരയിൽ നിനക്ക് വാഴാനൊരു കൊട്ടാരം, കബനി നദിക്കരയിൽ കളിയാടാനൊരു പൂന്തോട്ടം, കുളിക്കാനൊരു പൂഞ്ചോല, കുടിക്കാനൊരു തേഞ്ചോല, കുളിക്കാനൊരു പൂഞ്ചോല, കുടിക്കാനൊരു തേഞ്ചോല. വന്നിടുക നീ. ഹലോ, കേൾക്കാമോ? കേൾക്കാൻ വയ്യ സാർ, സ്റ്റോപ്പായി. അതാണ്. തുടരുന്നുണ്ടോ? മറ്റേ ആ സ്റ്റാൻസ് കഴിഞ്ഞു. മറ്റേത് ഓർമ്മയിൽ വരണം. അന്ന് നമുക്ക് അടുത്ത വേറൊരു പാട്ട് സാർ റെഡി ആയിക്കോളൂ. ഇത് നീലമല പൂങ്കുയിലെ എന്നുള്ള ജയചന്ദ്രൻ പാടിയ ഗാനം പൊന്നും പൂവും എന്ന സിനിമയിലെ പി ഭാസ്കരൻ മാസ്റ്റർ രചന, കെ രാഘവൻ സംഗീതം. അത് ശരിയാണ് സാർ പറഞ്ഞത്, കെ രാഘവന്റെ സംഗീതമാണ്. അനിൽകുമാർ സാറ് പോയോ? പാടാം. പാടിക്കോട്ടെ. ചാരുലതേ ചന്ദ്രിക കൈയിൽ കളഭം നൽകിയ ചൈത്രലതേ, എന്റെ മുല്ലപ്പന്തലിൽ നീ പടരൂ, ഇന്നെല്ലാം എനിക്കു തരൂ. ചാരുലതേ ഈറൻ ചുരുൾ മൂടി തുമ്പുകൾ കെട്ടി ഇലങ്ങി പൂച്ചൂടി, വ്രീളാവതിയായി അകലെ നിൽക്കും വേളി പെണ്ണല്ലേ, പ്രതിസുതവരനെ പെണ്ണുങ്ങൾ പണ്ടും
പൂജിച്ചിട്ടില്ലേ ചാരുലതേ കാറ്റത്തുലയും മാർമുണ്ടൊതുക്കി കടക്കണ്ണാൽ നോക്കി ആലസ്യത്തിൽ മുഴുകി നിൽക്കും നീ അന്തർജനമല്ലേ പ്രതിസുതവധുവേ ദൈവങ്ങൾ പോലും പ്രാപിച്ചിട്ടില്ലേ ചാരുലതേ ചന്ദ്രിക കയ്യിൽ കളഭം നൽകിയ ചൈത്രലതേ എന്റെ മുല്ലപ്പന്തലിൽ നീ പടരൂ ഇന്നല്ല എല്ലാം എനിക്കു തരൂ ചാരുലതേ. മനോഹരമായിട്ട് പാടി. നമ്മുടെ പ്ലാറ്റ്ഫോമിലെ ഭാവഗായകനാണ് അനിൽകുമാർ സാർ. സാറേ ഗംഭീരം. സാറ് പാടുന്ന പാട്ടുകളൊക്കെ ഈ പറഞ്ഞ ഭാവസാന്ദ്രമായിട്ടുള്ള പാട്ടുകളാണ് സെലക്ട് ചെയ്ത് വരുന്നത്. അത് വളരെ ഭംഗിയായിട്ട് സാർ ആലപിക്കുന്നുണ്ട്. എങ്ങനെ അത് അത്ര മനോഹരമായ ഭാവം അതിന് പാട്ടിന് കൊടുക്കുന്നു എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു അനിൽകുമാർ സാർ. ഒരു ക്ലാസ് എടുക്കണം അല്ലേ? ഈ സബരിയെ തുടരും. സാറ് മുന്നോട്ട് വരിക. എനിക്ക് ഇടയ്ക്കൊക്കെ വിശ്രമം തരും. ഓക്കെ, നമുക്ക് ആലോചിക്കാം. ശരി, താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ സാർ, 8:20 നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സമയമായല്ലോ. ജോസഫ് ജോൺ സാറിന്റെ ഒരു പാട്ടോടുകൂടി അവസാനിപ്പിക്കാം. ഓക്കെ, തപ്പി എടുത്തോണ്ട് വരും. എനിക്ക് തോന്നുന്നു VP ജോർജ് സാർ ഇങ്ങനെ പാടാൻ തയ്യാറായി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു ഒരു പാട്ടോട്. അപ്പോഴത്തേക്ക് ഞാൻ വരാം. നീലപ്പൊന്മാനേ ജോർജ് സാറേ വരൂ. ജോർജ് സാറ് 4 വരി സാർ പാടിയാ മതി. ജോസഫ് സാർ പഠിക്കും. നമുക്ക് ഇന്ന് സംബോധനയോടുകൂടിയുള്ള പാട്ടുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ ഒരു പാട്ടിൽ നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഇടയ കന്യകേ പോക നീ ഈ അനന്തമാ ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകേ പോവുക നീ. കണ്ണുകളാലെ അന്വേഷിക്കൂ നീളേ. കണ്ണുകളാലെ അന്വേഷിക്കൂ നീളേ. കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. ഇടയ കന്യകേ പോക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. കയ്യിലുയർത്തിയ കുരിശും കൊണ്ട് കാൽവരി നിൽപ്പൂ ദൂരെ. കയ്യിലുയർത്തിയ കുരിശും കൊണ്ട് കാൽവരി നിൽപ്പൂ ദൂരെ. നിന്നാത്മാവിൽ ഉയർത്തെണീക്കും കണ്ണീരൊപ്പും നാഥൻ. നിന്നാത്മാവിൽ ഉണർന്നെണീക്കും കണ്ണീരൊപ്പും നാഥൻ. ഇടയ കന്യകേ പോക നീ ഈ അനന്തമാ ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ.
ഇടയ കന്യകെ പോവുക നീ. താങ്ക് യു. ഓക്കെ സാർ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. നാളെ വീണ്ടും നമുക്ക് കാണാം. നമുക്ക് അടുത്ത ആഴ്ച ഒരു രാഗം പരിചയപ്പെട്ടാലോ? യേശുദാസിന്റെ പാട്ടാണ്. മധ്യമാവധി രാഗം. യേശുദാസിന്റെ ശരി. നമുക്ക് അടുത്ത സൺഡേ യേശുദാസിന് വേണ്ടി മാറ്റിവെക്കാം. ഓക്കെ, അതിന് പിന്നീട് നമുക്ക് രാഗത്തിൽ പരിചയപ്പെടാം. അടുത്ത ആഴ്ച യേശുദാസിന്റെ സെലക്ടഡ് ഗാനങ്ങളുമായിട്ട് വരും. പാട്ടും പറ്റുന്നത് യേശുദാസിന്റെ പാട്ട് പാടുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. സീ യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. Good night, sir. Good night.